ഹായ് ഫ്രണ്ട്സ്, D4 ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരുപാട് പെറ്റ്സുകളൊക്കെ നല്ല റേറ്റ് കുറവിന് സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. വീഡിയോ എല്ലാവരും തുടക്കം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ പെറ്റ്സുകളൊക്കെ സെയിലുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിലേക്ക് വീഡിയോസ് അയച്ചു തരാവുന്നതാണ്. നമ്മുടെ നമ്പർ വീഡിയോയുടെ തുടക്കത്തിലും വീഡിയോയുടെ അവസാനത്തിലും നമ്മൾ കൊടുത്തിട്ടുണ്ട്. യാതൊരുവിധ ചാർജുകൾ ഈടാക്കാതെയാണ് നമ്മൾ സെയിൽ പോസ്റ്റ് വീഡിയോസ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സെയിൽ ചെയ്യാണ്ടെങ്കിൽ പെറ്റ്സിൻ്റെ വീഡിയോസ് മിനിമം 30 സെക്കൻഡുള്ള വീഡിയോസ് റേറ്റ് പ്ലേസ് ഡീറ്റെയിൽ ഒക്കെ മെസ്സേജ് ആയിട്ട് നമ്മുടെ വാട്സപ്പിലേക്ക് അയക്കാവുന്നതാണ്. നമുക്കിന്ന് ആദ്യമായിട്ട് സെയിലിൽ വന്നിരിക്കുന്നത് ജർമ്മൻ ഷെപ്പേർഡിൻ്റെ ഫീമെയിലാണ് വന്നിരിക്കുന്നത്. 10 മാസം പ്രായമുള്ളത്. കായംകുളമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഇതിന് ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 8000 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നുള്ളൂ. അപ്പോൾ നല്ല അടിപൊളി ഡോഗാണ് ജർമ്മൻ ഷെപ്പേർഡ് ബ്രീഡ്. നല്ല ഗാർഡിങ്ങിനൊക്കെ പറ്റിയ നല്ല അടിപൊളി ബ്രീഡ്. അപ്പോൾ ഫീമെയിലാണ്, 10 മാസം പ്രായമായത്. 8000 രൂപയാണ് ചോദിക്കുന്നുള്ളൂ. ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. ഡയറക്റ്റ് ബ്രീഡറായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ബ്രീഡേഴ്സിൻ്റെ ഒക്കെ നമ്പർ യൂട്യൂബിൽ വീഡിയോയ്ക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ബ്രീഡേഴ്സിൻ്റെ എല്ലാവരുടെയും നമ്പർ സീരിയൽ നമ്പർ അടിസ്ഥാനത്തിൽ. ആ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുന്നവർക്കാണ് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ, ബ്രീഡേഴ്സിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് വൈറ്റ് പെയ്ഡിൻ്റെ ഹാൻഡ് ഫീഡിങ് ചിക്കാണ് വന്നിരിക്കുന്നത്. കോക്ടെയിൽ വൈറ്റ് പേൾ പെയ്ഡിൻ്റെ ഹാൻഡ് ഫീഡിങ് ചിക്ക് 1800 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. തിരുവനന്തപുരം കിളിമാനൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷനൊക്കെ അവൈലബിൾ ആണ്. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് എറണാകുളത്ത് നിന്നാണ്. ഷിറ്റ്സുവിൻ്റെ 3.5 മാസം പ്രായമുള്ള പപ്പിയാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്, ഫീമെയിൽ പപ്പി. അപ്പോൾ ഇതിന് ചോദിക്കുന്ന റേറ്റ് 15000 രൂപയാണ് ഈ ഫീമെയിൽ പപ്പിയുടെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. 3.5 മാസം പ്രായമായതാണ്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഫീമെയിൽ പപ്പിയാണ് വന്നിരിക്കുന്നത് ഷിറ്റ്സുവിൻ്റെ. അപ്പോൾ ഈ പപ്പീനെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഫ്ലാറ്റിലും അതേപോലെ വീടിൻ്റെ അകത്തൊക്കെ ഇട്ട് വളർത്താൻ പറ്റിയ നല്ല അടിപൊളി ബ്രീഡാണ് ഷിറ്റ്സു. അതിൽ തന്നെ ഒരു ഫീമെയിൽ പപ്പിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഫീമെയിലിനൊക്കെ അന്വേഷിച്ചെടുക്കുന്നവർക്കൊക്കെ എടുക്കാൻ പറ്റിയ ഒരു ഷിറ്റ്സുവിൻ്റെ പപ്പിയാണ് വന്നിരിക്കുന്നത്. 3.5 മാസം പ്രായമുണ്ട്. പ്രാവുകളും അതേപോലെ ഒരു ഡോഗും സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. കോട്ടയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ കുറച്ചധികം ഫാൻറ്റെയിൽസ് കൊടുക്കാനുണ്ട്. അപ്പോൾ ഫാൻറ്റെയിലിന് പീസ് റേറ്റ് വരുന്നത് 400 രൂപയാണ് പീസ് റേറ്റ് ചോദിക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളി ഫാൻറ്റെയിൽസാണ് വന്നിരിക്കുന്നത്. വൈറ്റ് കളറും അതേപോലെ തന്നെ ചക്കര കളറൊക്കെയാണ് വന്നിരിക്കുന്നത്. കുറച്ചധികം ഫാൻറ്റെയിൽസ് കൊടുക്കാനുണ്ട്. പീസ് റേറ്റ് 400 രൂപയാണ് ചോദിക്കുന്നത്. അതേപോലെ തന്നെ അവിടെ നിന്നൊരു ഡോഗും നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി കുറച്ചധികം ഫാൻറ്റെയിൽസ് ഉണ്ട് കേട്ടോ. ബൾക്കായിട്ട് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ബൾക്കായിട്ട് എടുക്കാവുന്നതാണ്. പീസ് റേറ്റ് 400 രൂപ. ബൾക്കായിട്ട് എടുക്കുമ്പോൾ റേറ്റ് എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും. അടുത്തായിട്ട് വന്നിരിക്കുന്നത് ഒരു ഹസ്കിയാണ് വന്നിരിക്കുന്നത്. ഹസ്കിയുടെ ഒരു മെയില്. ഇത് സെയിം ലൊക്കേഷൻ തന്നെയാണ്. പ്രാവും ഹസ്കിയും വന്നിരിക്കുന്നത് സെയിം ലൊക്കേഷൻ കോട്ടയം തന്നെയാണ്. 1 വയസ്സായിട്ടുള്ള മെയിലാണ് വന്നിരിക്കുന്നത്. ഇതിന് ചോദിക്കുന്ന റേറ്റ് 20000 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. അപ്പോൾ ഈ പ്രാവിനും അതേപോലെ ഹസ്കിനൊക്കെ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യുക. കോട്ടയാണ് ലൊക്കേഷൻ. ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അടുത്തായിട്ട് നമുക്ക് പ്രാവുകൾ വന്നിരിക്കുന്നത് കായംകുളത്ത് നിന്നാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. മാൾട്ടീസ് പെയർ 1200 രൂപ. അപ്പോൾ ഒരുപാട് വെറൈറ്റി പ്രാവുകൾ നമുക്കിതിൽ സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. ഒരുപാട് പ്രാവുകൾ ഇവിടെ സെയിലിനുണ്ട്. അപ്പോൾ അതിനൊക്കെ റേറ്റ് പറയാം. മാൾട്ടീസ് വന്നിരിക്കുന്നത് 1200 രൂപ. അതേപോലെ തന്നെ ഫാൻറ്റെയിൽ 800 രൂപ പെയർ. ജാക്കോബിൻ 1600 രൂപ. പിന്നെ വന്നിരിക്കുന്നത് മുദീന വന്നിരിക്കുന്നത് 800 രൂപ പെയർ. ഹംഗേറിയൻ പീസ് റേറ്റ് 900 രൂപ. ജർമ്മൻ ഡബിൾ ക്രസ്റ്റ് പീസ് റേറ്റ് 900 രൂപ. ഹിപ്പി 700 രൂപ പെയർ. അപ്പോൾ നല്ല അടിപൊളി പ്രാവുകൾ നല്ല റേറ്റ് കുറവിനാണ് വന്നിരിക്കുന്നത്.
ജർമ്മൻ ഡബിൾ ക്രസ്റ്റൊക്കെയാണ്. നല്ല ക്വാളിറ്റി ഉള്ള ബേഡുകളാണ് വന്നിരിക്കുന്നത് എല്ലാതും. അപ്പോൾ ഈ പ്രാവുകളൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ലൊക്കേഷൻ വന്നിരിക്കുന്നത് കായംകുളമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ട്രാൻസ്പോർട്ടേഷനൊക്കെ അവൈലബിൾ ആണ്. മുദീനൊക്കെ 800 രൂപയാണ് പെയർ റേറ്റ് വരുന്നുള്ളൂ. നല്ല അടിപൊളി മുദീനകളാണ്, നല്ല അടിപൊളി ബേഡുകളാണ് എല്ലാതും വന്നിരിക്കുന്നത്. അപ്പോൾ മാൾട്ടീസിൻ്റെ പെയറൊക്കെ ഉണ്ട്, ഫാൻറ്റെയിൽസ് ഉണ്ട്, ജാക്കോബിൻ ഉണ്ട്, ഹിപ്പി ഉണ്ട്. കായംകുളമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ബൾക്കായിട്ട് എടുക്കണമെങ്കിൽ എല്ലാം ഒരുമിച്ച് എടുക്കണമെങ്കിൽ റേറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്തായിട്ട് ലാബിൻ്റെ ഫീമെയിൽ 11 മാസം പ്രായമായത് ഫ്രീ അഡോപ്ഷനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ മച്ചാടാണ് പ്രോപ്പർ ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിനെ ഈ ലാബിൻ്റെ ഫീമെയിലിൽ എടുക്കാൻ താല്പര്യമുള്ളവർ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക. വാട്സപ്പിൽ മെസ്സേജ് അയക്കാൻ ശ്രമിക്കുക, മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക. നല്ല അടിപൊളി ഒരു ലാബിൻ്റെ ഫീമെയിലാണ്, ഫ്രീ അഡോപ്ഷനാണ്. അപ്പോൾ ഇതിനെടുത്ത് വളർത്താൻ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാനാണ്. 11 മാസം പ്രായമായിട്ടുള്ളൂ. അപ്പോൾ ഇതേപോലെ ഫ്രീ അഡോപ്ഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അയച്ചു തരാവുന്നതാണ് വീഡിയോ. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ടർക്കി കോഴികളും അതേപോലെ തന്നെ ആഫ്രിക്കൻ ലവ് ബേഡുകളാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് കോഴിക്കോട് ജില്ലയിൽ താമരശ്ശേരിയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. 7 മാസം പ്രായമായിട്ടുള്ള ടർക്കിയുടെ ഒരു പെയറാണ് വന്നിരിക്കുന്നത്, മെയിലും ഫീമെയിലും. ഇതിന് ചോദിക്കുന്ന റേറ്റ് 2400 രൂപയാണ് ചോദിക്കുന്നുള്ളൂ. 7 മാസം പ്രായമായത്, ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. 2400 രൂപയാണ് ഈ പെയറിൻ്റെ റേറ്റ് ആയിട്ട് വരുന്നത്. അടുത്തായിട്ട് വന്നിരിക്കുന്നത് ഒരു ആഫ്രിക്കൻ ബേഡിൻ്റെ ഒരു പെയറാണ് വന്നിരിക്കുന്നത്, ബ്രീഡിങ് പെയറാണ്. യെല്ലോ വന്നിരിക്കുന്നത് ഫീമെയിലും ഗ്രീൻ വന്നിരിക്കുന്നത് മെയിൽ ബേഡാണ് വന്നിരിക്കുന്നത്. ഒരു ടൈം ഒരു ക്ലച്ച് എടുത്തതാണ്, കുട്ടികളൊക്കെ കിട്ടിയതാണ്. അപ്പോൾ ഇതിന് ചോദിക്കുന്ന റേറ്റ്, ഈ പെയറിൻ്റെ റേറ്റ് വരുന്നത് 2000 രൂപയാണ് ഈ പെയറിൻ്റെ റേറ്റ് ചോദിക്കുന്നത്. അപ്പോൾ ഒരു ബ്രീഡിങ് കഴിഞ്ഞിട്ടുള്ള ഒരു ബ്രീഡിങ് പെയറാണിത്. അടുത്തായിട്ട് വന്നിരിക്കുന്ന ഒരു പെയറാണ് വന്നിരിക്കുന്നത്. ഇതിന് ചോദിക്കുന്ന റേറ്റ് 1100 രൂപയാണ് ഈ പെയറിൻ്റെ റേറ്റ് വരുന്നത്, 1100 രൂപ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് കോഴിക്കോട് താമരശ്ശേരിയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ബ്രീഡറായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതേപോലെ ആഫ്രിക്കൻ ലവ് ബേഡ്സുകളൊക്കെ സെയിലുണ്ടെങ്കിൽ നമ്മുടെ നമ്പറേക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തരാവുന്നതാണ്. വീഡിയോ എടുക്കുമ്പോൾ ഇതേപോലെ മൊബൈൽ വട്ടത്തിൽ പിടിച്ചിട്ട് നല്ല ക്ലാരിറ്റിയിൽ വീഡിയോസ് എടുത്ത് അയച്ചു തരാൻ ശ്രമിക്കുക. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ഫ്ലൈങ് ഡക്കുകളാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. നല്ല അടിപൊളി കളേഴ്സുള്ള ഫ്ലൈങ് ഡക്കുകളൊക്കെ ഉണ്ട്, പ്യുവർ വൈറ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ വരാപ്പുഴയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ബൾക്കായിട്ട് എടുക്കുമ്പോൾ പീസ് റേറ്റ് 350 രൂപയാണ് ചോദിക്കുന്നുള്ളൂ. അപ്പോൾ എല്ലാതും വന്നിരിക്കുന്നത് അഡൽട്ടുകളാണ് വന്നിരിക്കുന്നത്. അഡൽട്ട് ഫ്ലൈങ് ഡക്കുകൾ മണിത്താറാവ് 350 രൂപയാണ് പീസ് റേറ്റ് വരുന്നത്, ബൾക്ക് റേറ്റ്. എറണാകുളം ജില്ലയിൽ വരാപ്പുഴയാണ് പ്രോപ്പർ ലൊക്കേഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഡയറക്റ്റ് ബ്രീഡറായിട്ട് കോൺടാക്ട് ചെയ്യുമെന്നാണ് എടുക്കാൻ താല്പര്യമുള്ളവരൊക്കെ. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് റോഡ് വീലറിൻ്റെ പപ്പീസാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് എറണാകുളമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ പേരൻസിൻ്റെ വീഡിയോ ഫോട്ടോസ് നമ്മളിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മെയിൽ പപ്പീസ് മാത്രമാണ് കൊടുക്കാനുള്ളത്. നല്ല അടിപൊളി പപ്പീസാണ് വന്നിരിക്കുന്നത് റോഡ് വീലറിൻ്റെ. വിത്ത് KCI 13 രൂപയും വിത്തൗട്ട് KCI ആണെങ്കിൽ 10000 രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നുള്ളൂ. അപ്പോൾ നല്ല അടിപൊളി ബ്രീഡാണ് റോഡ് വീലർ. ഗാർഡിങ് പർപ്പസിനായാലും പെറ്റായിട്ട് ഉപയോഗിക്കാനായാലും നല്ല അടിപൊളി ബ്രീഡാണ് റോഡ് വീലറിൻ്റെ. മെയിൽ പപ്പീസ് മാത്രമാണ് ഇതിൽ കൊടുക്കാനുള്ളത്, ഫീമെയിൽ പപ്പീസ് ഇല്ല. എറണാകുളമാണ് ലൊക്കേഷൻ. വിത്തൗട്ട് KCIയിൽ 10000 രൂപയാണ് ചോദിക്കുന്നുള്ളൂ ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട്. വിത്ത് KCI ആണെങ്കിൽ 13000 രൂപ. അപ്പോൾ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. എറണാകുളമാണ് പ്രോപ്പർ ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനലിലൂടെ സെയിൽ പോസ്റ്റ് ചെയ്യാൻ വീഡിയോ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ നമ്പറിലേക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തരാവുന്നതാണ്. നമ്മൾ യാതൊരുവിധ ചാർജുകളും വാങ്ങാതെയാണ് സെയിൽ പോസ്റ്റ് വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ പെറ്റ്സിൻ്റെ മേഖലയിൽ ബ്രീഡേഴ്സിനൊക്കെ ഒരുപാട് ഉപകരിക്കുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ പെറ്റ്സുകളൊക്കെ സെയിലുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തരാവുന്നതാണ്.
അപ്പോൾ ബ്രീഡർമാർക്ക് ഒരുപാട് ഉപകാരപ്പെടുന്നുണ്ട് നമ്മുടെ വീഡിയോസ്. കാരണം ഒരുപാട് സെയിൽ നടക്കുന്നുണ്ട്, അതേപോലെ ഒരുപാട് നല്ല എൻക്വയറീസും വരുന്നുണ്ട്. അപ്പോൾ പെറ്റ്സിനെ വാങ്ങുന്നവർക്കായാലും നല്ല റേറ്റ് കുറവിന് പെറ്റ്സിനെ ലഭിക്കുന്നുണ്ട്, ഡയറക്റ്റ് ബ്രീഡേഴ്സിൻ്റെ നിന്നൊക്കെ വാങ്ങാൻ പറ്റുന്ന കാരണം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.